പരാജയത്തിന് മുഖ്യ കാരണം ഭരണവിരുദ്ധ വികാരം. CPM-നെ തള്ളി CPI. സംസ്ഥാനത്ത് LDF പരാജയത്തിന് മുഖ്യ കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന് CPI മുഖപത്രം. ഭരണവിരുദ്ധ വികാരമില്ലെന്ന് CPM നേതാക്കൾ ആവർത്തിക്കുന്നതിനിടെയാണ് CPI നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ CPIയുടെ ഒരു മന്ത്രി ഉൾപ്പെടെ 13 മന്ത്രിമാർ പരാജയപ്പെട്ടിരുന്നു. കോളയാട് പഞ്ചായത്തിലെ ഈരായിക്കൊല്ലയിൽ പിണറായി വിജയനെതിരെയും MV ഗോവിന്ദനെതിരെയും ഫ്ലക്സ് ബോർഡുമുണ്ട്. പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും ചിത്രത്തിന് മേലെ തെറ്റ് എന്ന് അടയാളപ്പെടുത്തുകയും പാർട്ടിയാണ് വലുത്, നേതാക്കളല്ല എന്നെഴുതുകയും ചെയ്തിട്ടുണ്ട്. M സ്വരാജിന്റെയും P ജയരാജന്റെയും ചിത്രം വെച്ച് ഇനി നയിക്കാൻ ഇവരുണ്ടെങ്കിൽ ഇവരുടെ കൂടെ ഞങ്ങളുണ്ട് എന്നും എഴുതിയിട്ടുണ്ട്. ചെങ്കോട്ടമുക്ക് ഈരായിക്കൊല്ലി എന്ന പേരിലാണ് ഫ്ലക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്രതീക്ഷിത വീഴ്ച, കോട്ട കൈവിട്ട് CPM, ആഘാതമായി സിറ്റിംഗ് സീറ്റുകളിലെ കനത്ത തോൽവി. കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ച CPM ജില്ലയിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങിയത് കൊല്ലത്ത് പാർട്ടിയിൽ ഒരുപാട് ചോദ്യങ്ങൾക്കും പൊട്ടിത്തെറികൾക്കും കാരണമാകും. പ്രചാരണത്തിലുടനീളം പാർട്ടി ഘടകങ്ങളിലും പ്രവർത്തകരിലും കാണപ്പെട്ട നിഷ്ക്രിയതയും ചർച്ചയാകും. ചില മണ്ഡലങ്ങളിലെങ്കിലും പാർട്ടി വോട്ട് ചോർന്നുവെന്ന സംശയവും സജീവ ചർച്ചയിൽ വരും. വീഴ്ചകളും പോരായ്മകളും കണ്ടെത്തി പരിഹരിക്കുമെന്ന് CPM ജില്ലാ നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞു. ജനഹിതം ശരിയുടെ പക്ഷത്ത്. പാർട്ടി അതിൻ്റെ വേരുകളിലേക്ക് തിരിച്ചു പോകേണ്ട സമയം അതിക്രമിച്ചുവെന്ന്. ജനഹിതം എപ്പോഴും ശരിയുടെ പക്ഷത്തായിരിക്കുമെന്നും പ്രസ്ഥാനങ്ങൾ അവയുടെ വേരുകളിലേക്കും പഴയ കരുത്തിലേക്കും മടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ മകൻ VA അരുൺകുമാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് വലിയ പരാജയമുണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് അരുൺകുമാറിൻ്റെ പ്രതികരണം. VSൻ്റെ സാന്നിധ്യമില്ലാത്ത ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞതെന്നും ജനങ്ങളുടെ പൾസ് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ രാഷ്ട്രീയമെന്നാണ് VS വിശ്വസിച്ചിരുന്നതെന്നും അരുൺകുമാർ പോസ്റ്റിൽ പറയുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ അരുൺകുമാറിന് CPM സീറ്റ് നൽകുമെന്ന റിപ്പോർട്ടുണ്ടായിരുന്നുവെങ്കിലും അതുണ്ടായില്ല. മൂകമായി AKG സെന്റർ. ഉച്ചത്തിലുള്ള സംസാരം പോലും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. KPCC ഓഫീസിന്റെ മുറ്റത്ത് പന്തലിട്ട് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ആവേശത്തോടെ ബിഗ് സ്ക്രീനിൽ തെരഞ്ഞെടുപ്പ് ഫലം വീക്ഷിച്ചപ്പോൾ മൂകമായിരുന്നു CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസായ AKG സെന്റർ. പോസ്റ്റൽ ബാലറ്റ് എണ്ണി ഫലം വന്നു തുടങ്ങിയ സമയത്ത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഓഫീസിലെത്തി. പോസ്റ്റൽ ബാലറ്റ് എണ്ണിയപ്പോൾ ഇരു മുന്നണികളും ബലാബലമായിരുന്നതിനാൽ തികഞ്ഞ വിജയപ്രതീക്ഷയാണ് ഗോവിന്ദൻ പങ്കുവച്ചത്. എന്നാൽ EVM-ലെ വോട്ടെണ്ണൽ തുടങ്ങി ലീഡ് നില വന്നു തുടങ്ങിയതോടെ സ്ഥിതി മാറി. സംസ്ഥാന സെക്രട്ടറിയുടെ ഓഫീസ് മുറിയിലെ TV-ക്ക് മുന്നിൽ തന്നെ MV ഗോവിന്ദൻ കഴിച്ചുകൂട്ടി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജുവും പാർട്ടി ഓഫീസ് സെക്രട്ടറി ബിജു കണ്ടക്കയും ഉൾപ്പെടെ ഏതാനും പേർ മാത്രം സെക്രട്ടറിക്കൊപ്പം മുറിക്കുള്ളിൽ. ഓഫീസ് ജീവനക്കാരല്ലാതെ മറ്റാരും AKG സെന്ററിൽ ഉണ്ടായിരുന്നില്ല. ഇവരിൽ ചിലർ മാധ്യമപ്രവർത്തകർക്കൊപ്പം താഴത്തെ നിലയിലെ TV-ക്ക് മുന്നിൽ തെരഞ്ഞെടുപ്പ് ഫലം കണ്ടു. ഉച്ചത്തിലുള്ള സംസാരം പോലും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. UDF ലീഡ് നില 90-ന് മുകളിലായതോടെ പ്രതീക്ഷ കൈവിട്ട് അവരിൽ പലരും സ്വന്തം തിരക്കുകളിലേക്ക് നീങ്ങി. ഉച്ചതിരിഞ്ഞ മാധ്യമങ്ങളെ കണ്ട ഗോവിന്ദൻ തോൽവി പാർട്ടി വിശദമായി പരിശോധിച്ച് തിരുത്തുമെന്ന് പ്രതികരിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഫലം പ്രാഥമികമായി വിലയിരുത്തും.